ഹായ് ഹലോ അസ്സാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എന്താ രാവിലെ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ മസ്കറ്റിലേക്ക് പോവുകയാണ്. അതായത് ഇന്ന് ഒമാൻ്റെ സാഹിത്യോത്സവം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അതായത് ഞാനും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് രാവിലെ പോകുന്നത്. അങ്ങനെ ഇപ്പം 8 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ചായ കുടിക്കാനായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും പോകുന്ന വഴിയിൽ ഒരു ചായ കുടിക്കാൻ നിർത്തി. അത് അബദ്ധമായി കേട്ടോ. ഈ ചായ ഇതുപോലെ കൻസ് തട്ടി ഉടുപ്പിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴി വേഷമൊക്കെ മാറ്റിയാണ് നമ്മൾ പോകുന്നത്. ഇതാണ്ട് ഒമാൻ്റെ ഒരുവിധം സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഫുള്ള് ഈ മലനിരകളാണ് കേട്ടോ കാണുന്നത്. ആദ്യമൊക്കെ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നാട്ടിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നില്ലല്ലോ. അപ്പം ഒരു കടകൾ പോലും കാണാതെ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ മലകൾ മാത്രം കണ്ടു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് വരുന്നു കേട്ടോ. ചില ടൈമിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം ഒമാനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നാറുണ്ട് കേട്ടോ. കാരണം ഇത്രയും മലനിരകളൊക്കെ വെട്ടിമാറ്റി ഇത്രയും വിശാലമായ റോഡുകളൊക്കെ പണിത് ഒരു പ്രത്യേക ഒരു പ്രൗഡ് മൊമെൻറ്റ് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 11 സോണുകൾ തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൽ ഇബ്ര സോണിൽ നിന്നാണ് ഞാനും മത്സരിക്കുന്നത്. ഞാൻ ഏകദേശം 2-3 ഐറ്റത്തിന് പങ്കെടുക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ രചനാ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ അങ്ങനെയുള്ള മത്സരങ്ങളിലൊന്നും നമ്മൾ പങ്കെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇതാ ഈ ഒരു പള്ളി ഉണ്ടോ, എന്ത് ഭംഗിയാണല്ലേ. എനിക്കിത് കാണുമ്പോൾ ഏകദേശം ബർഗർ പോലെ തോന്നാറുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാനും. അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. അവിടെ പ്രിൻസ് പാലസിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം നമ്മൾ അവിടേക്ക് എത്താറായിട്ടുണ്ട്. കൻസുനെ കണ്ടോ, വേഷമൊക്കെ മാറി വേറെ വേഷത്തിലൊക്കെ ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം, പ്രിൻസ് പാലസ്. നല്ല വിശാലമായ ഒരു പാലസാണ്. അങ്ങനെ ഏകദേശം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഹാളിനകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പ്രവാസി സാഹിത്യോത്സവ് ഒമാൻ പ്രോഗ്രാം സ്റ്റാർട്ടാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നല്ല കുറേ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് നമുക്ക് കാണാം. സിംഗം വമ്പിരങ്ങും വർഗം വീരംഗം പുരമാരി പൊരുതുവതാം പരനുടെ ഉദവിയും. It's the people that make it special. It's our neighbors, the ones who smile and greet us, who invite us for Eid and who helps us when we need something. And friendship. The respect is another key of Islamic value. Living in Gulf countries, we are surrounded by people from all over the world. എന്ത് മനോഹരമായിട്ടാണ് കുട്ടികളൊക്കെ ഓരോന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നല്ലേ. മാഷാ അല്ലാഹ്, നല്ല രീതിയിലാണ്. പാട്ടായാലും പ്രസംഗമായാലും ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും എല്ലാത്തിലും നല്ല മനോഹരമായിട്ടാണ് കുട്ടികളൊക്കെ പങ്കെടുക്കുന്നത്. മാഷാ അല്ലാഹ്. ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ എല്ലാവരുടെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഏകദേശം 8 വേദികളിലായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. രചനാ മത്സരങ്ങളുടെ വേദിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം 8 വേദിയിലാണ് പ്രോഗ്രാം. ഇതൊരു വേദിയാണ് കേട്ടോ. അതായത് പാലസിൻ്റെ എന്ത് രസമാണെന്ന് നോക്കിയാൽ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാഷാ അല്ലാഹ്, നല്ലൊരു പാലസാണ്. പിന്നെ അടുത്ത സൂപ്പർ സീനിയേഴ്സിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ. മറുപക്ഷി മദീനത്തെ മതിൽ പാടി തോരാത്ത മഴയത്ത് മോഹത്തിൻ കന്നാസ് മദീനത്തെ നിലാവിൻ്റെ ഒളികൾ നെങ്കി ഓരത്തോടൊഴുകിടും അരുവിയും പാടി മദീനത്തെ നിലാവിൻ്റെ ഒളി
മിഴികൾ ലംഘി കൽബിൻ്റെ കോലായി കിനാവിൻ്റെ മെഹറാബ് മറുപക്ഷി മദീനത്തെ മധു പാടി. ബദറിലെ പസിയാലെ അങ്ങനെ ദാ ഈ ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ നമ്മളൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയത്. പ്രോഗ്രാമൊന്നും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് അകത്ത് കയറിയതാണ്. ഇപ്പോൾ ഏകദേശം 10:30 10:45 ഈ ഒരു ടൈമിലാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. എൻ്റെ പ്രോഗ്രാം ഏകദേശം ഈവനിങ് വൈകുന്നേരമായിരുന്നു കേട്ടോ. 3 ഐറ്റംസ് ഒരുമിച്ചായിരുന്നു. അപ്പം അതെല്ലാം പങ്കെടുത്ത് പുറത്തോട്ടൊന്ന് ഇറങ്ങി. ഫുഡൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും പിന്നെ കുട്ടികൾക്കുള്ള സ്നാക്സ് ആയാലും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴി നമ്മളൊന്ന് അൽമൗജിലൊന്ന് കയറുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ ഒന്ന് കയറുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ആ രാത്രി ടൈമിൽ. ഇത് അവിടുത്തെ ഒരു വണ്ടിയാണ് കേട്ടോ. ഇതിൽ നമ്മളെ ഫുള്ള് അവിടെ മൊത്തം കറക്കി ഇങ്ങനെ കാണിക്കും. ഞാൻ കൻസുമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ എൻ്റെ റിസൾട്ട് അറിഞ്ഞിരുന്നു കേട്ടോ. റിസാല റിവ്യൂവിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്, പിന്നെ സ്പോർട്ട് മാഗസിന് സെക്കൻഡ് പ്രൈസ് ഉണ്ട്. സ്പോർട്ട് മാഗസിൻ ആ ഒരു ടൈമിൽ നമുക്ക് സബ്ജക്റ്റ് വരും. 1 അവറിനുള്ളിൽ 5 മെമ്പേഴ്സാണ് ഒരു മാഗസിൻ തയ്യാറാക്കുക. അങ്ങനെ അതിൽ സെക്കൻഡ് കിട്ടി, മാഷാ അല്ലാഹ്. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.